എന്താ സന്തോഷമായില്ലേ? ഒത്തിരി സന്തോഷമായി. എന്താ വേണ്ട നീ ആദ്യ രാത്രി ആയിട്ടും ചുമ്മാ തന്നെ ഇരുന്ന് വർത്താനം പറയുന്നത്? എന്നോട് കൂടി പറ, ഞാനും കൂടി കേൾക്കട്ടെ. പൊന്നിച്ചയുടെ എന്തൊരു ചൂടാ, എനിക്ക് സഹിക്കുന്നില്ല. ഭയങ്കര ചൂട്. ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോക്ക്, അതാ നല്ലത്. അമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഈ ഡ്രസ്സൊക്കെ ഇട്ടേന്ന് തോന്നുന്നു ഭയങ്കര ചൂടെടുക്കുന്നു. അല്ല, അമ്മേന്റെ ഈ സമയത്ത് ഇവിടെ അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ ഉറങ്ങിക്കോളാം. ഞാനിവിടെ പാല് തരാൻ വേണ്ടി വന്നതാ. അടിയിൽ പാലിരിക്കുന്നു കണ്ടു, ആരും എടുത്തുകൊണ്ട് പോയില്ലെന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ തന്നെ ഒരു പാല് വേസ്റ്റ് ആക്കുന്നു. എന്താ പിടി, ഞാൻ പോവാം. നീ എന്തിനാ ഇനിയിപ്പോ സങ്കടപ്പെട്ടിരിക്കുന്നത്? അമ്മ അത് ചുമ്മാ പറഞ്ഞതാ എന്റെ പെണ്ണെ. ഇനി അതിന് മുഖം ഉറപ്പിച്ചിരിക്കണ്ട. വന്ന് കിടക്കാൻ നോക്ക്, നല്ല ക്ഷീണമുണ്ട് മാത്രക്കെ. എപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത്? ഞങ്ങളിവിടെ കുറച്ച് നേരത്തെയൊക്കെ എണീക്കാറുണ്ട്. പള്ളി പോണ കാരണം എന്നും നേരത്തെ എണീക്കും. അതുകൊണ്ടേ ഇനി തൊട്ടെങ്കിലും കുറച്ച് നേരത്തെ എണീറ്റ് വരാൻ നോക്കാം. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കാപ്പിട്ടോ? അമ്മ, എനിക്ക് കാപ്പി ഒന്നും ഇടാൻ അറിയത്തില്ല. ഞാൻ വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു. അത് അമ്മ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. അത് കൊള്ളാലോ, എളുപ്പപ്പണിയായാലോ അല്ലേ? വീട്ടിലൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാലും അതൊന്നും ചെയ്യേണ്ടതാ. പഠിക്കണം അങ്ങോട്ട്. ഞാൻ പറഞ്ഞുതരാം, ചെയ്തു നോക്ക്. എന്താ അമ്മ രാവിലെ തന്നെ? നീ ഇതെന്ത് ചെയ്യുമ്പോ കാപ്പിയുടെ അമ്മ വേണോ? ഞാൻ പറഞ്ഞല്ലേ ഞാനെന്ന് ഇട്ടോളാന്നോ. നീ അവിടെ പോയിരിക്കും, ഞാൻ ഇട്ടുകൊണ്ട് വരാം. ചെല്ലു. എല്ലാവർക്കും ഉള്ള കാപ്പി ഞാൻ ഇട്ടോളാം. നീ അവിടെ പോയിരിക്കും, ചെല്ലു. അമ്മയ്ക്ക് എന്താ അമ്മ? അവൾ ഇന്നലെ ഇവിടെ വന്ന് കയറിയുള്ളൂ. അതും അമ്മായിമ്മ പഠിക്കുന്നതാണോ? എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊന്നും ഇവിടെ നടപ്പിലാവൂല. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് എന്നോട് പറഞ്ഞേക്കാം. ഞാനോ അച്ഛനോ അവനോ ആരെങ്കിലും ചെയ്തോളാം. അവളെ ഇവിടുത്തെ പണിയൊന്നും ചെയ്യിപ്പിക്കാനായിട്ട് അമ്മ ശ്രമിക്കരുത്. ഓക്കെ? അയ്യോ, അതിന് മാത്രം ഞാനെന്താ പറഞ്ഞേ? ഞാൻ ആകെ ഒരു കാപ്പി ഇട്ട് വരാൻ പറഞ്ഞാണോ ഇത്ര വലിയ തെറ്റ്? അയ്യോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നിട്ട് അവൻ്റെ ഭാര്യനെ കൊണ്ട് ഒരു കാപ്പി ഇടാൻ പറഞ്ഞിട്ട് അവന് ഒന്ന് പടർത്തായിരുന്നു. എന്റെ മുന്നേ മാത്രമേ പോണ പോക്കൊക്കെ. എടാ, ഒന്ന് തുറന്നേരെ കഥ. ഈ നേരം അതിനോട് വാലടച്ച് കൊത്തിയിരുന്നോളൂ. രണ്ടെണ്ണം കൂടി മനുഷ്യനെ നാണം കെടുത്താനായിട്ട് തുറക്കാൻ കിട്ടും. എന്നെ അതിനാണ് ശരിക്കുന്നത്. ഞാൻ പോയിട്ട് വരട്ടേട്ടോ. നിനക്ക് ഞങ്ങളുടെ പണി തരാം. ജനങ്ങൾ കാത്തിരുന്നു. എന്തമ്മ, അമ്മയ്ക്ക് അതിൻ്റെ സുഖേടാ. മനുഷ്യനൊന്നും ഇരുന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ. എടാ ചേർക്കാം, വെല്ലുമിച്ചൊക്കെ വന്നിട്ടുണ്ട് താഴെ. ഒന്നിങ്ങോട്ട് വാ. ആ പെണ്ണിനും കൂടെ വിളിക്കാം. എന്തൊരു നേരം രണ്ടരം കൂടുതൽ മനുഷ്യൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. അയ്യോ, ഞാൻ സുന്ദരി മോളാണല്ലോ. നിന്റെ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ല. എനിക്കറിയായിരുന്നു മോനെ. മോനെ എന്ത് ചെയ്യാ? പഠിക്കാം. ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളില്. അല്ല, ഇത്ര നാളായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? നിങ്ങൾ ഹണിമൂണൊന്നും പോയില്ലേ? എന്തുപറ്റി? ഇവൻ കൊണ്ടുപോകാത്തതാ? അത് നമുക്ക് സമയമില്ലാത്തതാ?
എന്തിനാ അമ്മ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഹണിമൂണൊക്കെ? നേരം ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിരിക്കുമ്പോൾ അതൊരു ഹണിമൂണായിട്ട് കൂട്ടിക്കൂടെ? ചുമ്മാ വെറുതെ പൈസ കളഞ്ഞ് അവിടെയൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? നിന്റെ തലയ്ക്ക് എന്താണ് അപ്പം ഭ്രാന്തായോ? ഒരു ബോധമില്ലാതെ സംസാരിക്കുന്നു. രണ്ടും കൂടി പോയായിരുന്നല്ലോ അന്ന് കുറെ ഹണിമൂണെന്നും പറഞ്ഞ്. 3 വർഷം കഴിഞ്ഞിട്ടാ ഇവരുണ്ടായത്. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഹണിമൂണല്ലായിരുന്നു. ആ, അവരങ്ങോട്ട് എൻജോയ് ചെയ്യട്ടെ. അവർക്ക് കണ്ണി പിടിക്കുന്നില്ല കണ്ടതൊന്നും. പോടി അങ്ങോട്ട്. ചായ നിങ്ങളുടെ തള്ളനെ കൊല്ലുവിട്ടു. ഉണ്ടായിരിക്കാൻ പറഞ്ഞു മനുഷ്യനെ മണം കെടുത്താനായിട്ട്. എല്ലാം നീ ചോദിച്ചു വന്നതാ. ഞാനെന്ത് ചെയ്യാനാ? മിണ്ടാണ്ടിരിക്കും വായടച്ച്. എലിമിച്ച് പറഞ്ഞ പോലെ നമുക്കൊരു ഹണിമൂണങ്ങ് പോയാലോ? ശരി, നിന്റെ ഫേവറേറ്റ് പ്ലേസ് ഒക്കെ പറ, ഞാൻ എൻ്റെയും പറയാം. അതിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ നമുക്കൊരു സ്ഥലം വരെ പോവാം. ഓക്കെ? എനിക്ക് എവിടെയാലും സന്തോഷം. ഇച്ചായൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ ഇപ്പം. എന്നാലും എനിക്കിഷ്ടം ഇഷ്ടം എവിടെയാ? നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ പോയാലോ? അതെന്നുണ്ട്, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്ലേസിൽ പോകുന്നതാണല്ലോ. എല്ലാവരുടെയും ഒരു ആഗ്രഹം. ചെയ്യാൻ പോയിട്ടുണ്ടോ സ്വിറ്റ്സർലാൻഡൊക്കെ? ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് അവിടെ തന്നെ പോവാം. ഞാനും ഇതുവരെ പോയിട്ടില്ല. നമുക്ക് അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാം. ഇത്രയും കാലം ഞാൻ കുറച്ച് റെസ്റ്റ് തന്നായിരുന്നു. ഇനി അതിൽ നിന്ന് പ്രതീക്ഷിക്കില്ലല്ലോ. ഇത്രയും കാലം തന്നെ ചായ സഹിച്ചിരുന്നത് എനിക്കറിയാം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അല്ലേ? ശരി, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിന് എത്താൻ പറ്റുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ നിന്റെ കൂടെ ഇല്ലേ? അതുപോലെ നിനക്ക് ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നിന്നെ ഒരു ശക്തിക്ക് എന്നിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. നീ എന്തേ ആലോചിക്കുന്നേ? കുറെ നേരമായാലോ. നീ പറഞ്ഞ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയോ. ഇത് ഇച്ചായന്റെ ഡയലോഗ് അല്ല. എന്തിനാ ചുമ്മാ സിനിമയിലെ സീരിയലൊക്കെ ഡയലോഗ് പറയുന്നത്? സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. അപ്പൊ അവള് എന്നാ ആക്കായിരിക്കാം. വടികൂട്ട്, നീ അവിടെ കേറിയിട്ട് പോയാൽ മതി. നിന്നെ ഞാൻ എല്ലാം ജമ്പിങ്ങിലും വിടും. എല്ലായിടത്തും നിന്നെ ആക്ടിവിറ്റീസിൽ ഞാൻ പങ്കെടുപ്പിക്കും. മതി, എന്നെ കളിയാക്കുന്നല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ കരുതോ? എൻ്റെ ഒരു ആഗ്രഹം, നമ്മൾ ഫസ്റ്റ് ഒന്നാവുന്ന സമയത്ത് അത് നമ്മുടെ ബെഡ്റൂമിൽ, അതായത് കിച്ചാൻ്റെ വീട്ടിൽ, കിച്ചാൻ്റെ ബെഡ്റൂമിലായിരിക്കണം എന്നുണ്ട്.
ആയിക്കോട്ടെ, ഏതൊരു ഹോട്ടൽ റൂമിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു ഇതുമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിനക്ക് അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എനിവേ ഐ വിൽ വെയിറ്റ്. അതിന് നീ ഇങ്ങനെ അനുമതി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്തിയോ? എന്താ എത്ര പെട്ടെന്ന് വന്നേ? ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കാറുണ്ടല്ലോ. അമ്മക്കൊന്നും വേണ്ട. ഒരുമിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ തള്ള അറിയുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ ഒന്നും പറയാനും പറ്റില്ല. ഇതൊക്കെ ഉറങ്ങില്ലായിരുന്നു. എന്തോ ഒത്തിരി നേരമായിട്ട് ഉറങ്ങാട്ടെ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ അവിടെ അടഞ്ഞു പോവാ. എൻ്റെ മീ വേഗം ഉറങ്ങാം. കണ്ണൊക്കെ അടഞ്ഞങ്ങ് പോകുന്നുണ്ടല്ലേ? സാരമില്ല, കണ്ണൊക്കെ ഒത്തിരി അടയിപ്പിക്കണ്ട കേട്ടാ. ഉടായ്പ കാണിക്കടി. നീ അല്ലേ പറഞ്ഞത് എനിക്ക് നാട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ ബെഡ്റൂമിൽ, എൻ്റെ ഇതിൽ ചെയ്താൽ എന്നൊക്കെ. എന്നിട്ടിപ്പോ നീ വാക്ക് വാങ്ങിച്ചാ? എന്താ പെണ്ണ്, നിനക്കെന്നെ പേടിയാണോ? അതുകൊണ്ടാണ് നീ ഇങ്ങനെ മാറുന്നത്. ഡോണ്ട് വറി, ഐ വിൽ നോട്ട് ഹേർട്ട് യു. നിനക്കറിയാലോ, ഇത് നമ്മുടെ രണ്ടുപേരുടെയും സെയിം സിറ്റുവേഷനും. ഐ നോ ദാറ്റ്. സോ ഡോണ്ട് വറി. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? നീ ഓക്കെ ആണെങ്കിൽ മാത്രം. ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ഒരിക്കലും. உயிரை துறந்து வரும் நீதான் என்னை எழுத்து, நான் போடும் கையெழுத்து அன்பே. உலக மொழியில் வரும் எல்லாமே நீ எழுத்து, காதல் தான் கல்லடித்து அன்பே. மயிலிலே மயிலிலே வருடுகிறாய் மெல்ல, மழை நிலவே பிரியெல்லாம் உண்டா. എന്നവിടെ പരിപാടി? നെറ്റ് ഓട്ടിക്കാൻ? നീ എനിക്കെന്താ കൊണ്ടേ? ഇത് എന്ത് രസമാണ് ഈ നെക്ലേസ് കാണാൻ. ഇത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാ നീ? നോ, അത് അമ്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. അത് ഞാൻ അവൾക്ക് വേണ്ടി മേടിച്ചതാ. അവളത് കുറെ നേരം നോക്കുന്ന കണ്ടു. സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി മേടിച്ചാ. അമ്മ അത് മാറ്റി വെക്കി. അവളിപ്പോ ഒന്ന് കണ്ട സീനോ, ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് സർപ്രൈസ് ആക്കി കൊടുക്കണമെന്നുണ്ട്. മാറ്റി വെക്കാം. അത് അതെന്താടാ, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നിനക്കതൊന്നും പുതിയത് മേടിച്ചു കൊടുത്താൽ പോരെ. ഇത് ഞാൻ എടുക്കട്ടെടാ. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ അമ്മയുടെ കിട്ടിയതിൻ്റെ അടുത്ത് പറ. ഇത് ഞാൻ എൻ്റെ കെട്ടികൾക്ക് വേണ്ടി മേടിച്ചാ. ഞാൻ തരൂല. അമ്മ അതവിടെ വെച്ച്. എനിക്കത് വേണം ചായ. ഒന്ന് തരാൻ പറയും എനിക്കത്. ഒന്നും വേണ്ട. എനിക്ക് മോണക്കേട് താങ്ങി തറയായി പോകുന്നപ്പോ. അമ്മ, ഞാൻ ഫസ്റ്റ് ടൈം ഒരു കോഫി ഉണ്ടാക്കി. ഇതൊന്ന് കുടിച്ചു നോക്ക്. ആദ്യമായിട്ട് അമ്മയ്ക്കായിട്ടായിരുന്നേ. എങ്ങനെയുണ്ടെന്ന് പറ. എന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാൻ. ആദ്യം എനിക്ക് തന്നു, ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് വേണം അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ, അല്ലേ? അങ്ങനെ നോക്കിയിട്ട് കൊടുക്കാനാണോ നീ ഉദ്ദേശിച്ചത്? നിന്നോട് ഇത് കൊണ്ടുപോകാനല്ലേ പറഞ്ഞ? ഓളുടെ ഒരു ചായ.
എന്റെ പറ്റി എന്റെ ഒരു സൗണ്ട് കേട്ടെ. അയ്യോ, ഇതെന്താ പറ്റിയ? കയ്യൊക്കെ ചുവന്നിരിക്കുന്നേ. നീ എന്തിനാണ് എന്നെ തുറച്ചു നോക്കുന്നത്? ഞാൻ എന്താ വലിയ കുറ്റം ചെയ്ത മാതിരി? എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് നീക്ക് കൊടുത്തപ്പോൾ അങ്ങോട്ട് താഴെ പോയി. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തേ? ഞാൻ എൻ്റെ ചായ എടുത്ത് മൊത്തം കൂടെ ഇറങ്ങും. ദേ എൻ്റെ കൈയും പൊള്ളി. നോക്ക്, നിന്റെ ഭാര്യയുടെ കൈ മാത്രമൊന്നുമല്ല. ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാം. നീ വാ പെണ്ണ്. അല്ല, നല്ല കാപ്പിയായിരുന്നു തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് കൈ. കുറച്ച് കുപ്പിച്ചെല്ലാം കയറിയിട്ടുണ്ടല്ലോ, അതെന്ത് പറ്റിയതാ? കാപ്പി താഴെ കൂടെ പോയപ്പോഴത്തേനും അതിട്ട് തൂത്തിട്ടുണ്ടാവും. ഡോക്ടർ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി തരാ പെണ്ണെ. ഡോക്ടർ പറഞ്ഞില്ലേ വലിയ പൊള്ളലൊന്നും ഇല്ല. എന്താ ഡോക്ടർ പറഞ്ഞൊക്കെ തലതിരിച്ചാണ് കേട്ടത്? എനിക്കറിയാൻ വയ്യാത്തും ചോദിക്കാം. ഡോക്ടർ എന്നാ പറഞ്ഞ അത്യാവശ്യം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടെന്നാ. ഏത് നല്ല ചൂടുള്ള കാപ്പി എടുത്ത് വെച്ചെന്നാ ഡോക്ടർ ചോദിച്ചത്. എന്ത് പറയേണ്ടത്? അമ്മായിമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് തലക്കൂടെ പോയി ചോദിച്ചതാണ്. അങ്ങനെ ഞാൻ പറയണോ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട കാര്യമുള്ളൂ. ഒന്ന് നിന്നെ, നീയല്ലേ പറഞ്ഞത് പോയിട്ട് വന്നിട്ട് പറയാനുള്ളതൊക്കെ ഞാൻ പറയാമെന്ന്. എന്നാ പറയണം, ഞാനൊന്ന് കേൾക്കട്ടെ. നിനക്ക് എന്തൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളതെന്ന്. പോകുന്ന വഴിക്ക് ഇവിടെ എന്തെങ്കിലും നുണഞ്ഞു വെച്ച് കാണും. എന്താ അമ്മയുടെ ശരിക്കുള്ള പ്രശ്നം? അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമല്ലേ? അത് പറ. എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമല്ലാത്തത്? ഇവിടെ ഹിന്ദു ആയതുകൊണ്ടാ? നമ്മുടെ മതം അല്ലാത്തതുകൊണ്ടാ? ജാതി അല്ലാത്തതുകൊണ്ടാ? എന്നോട് ഇഷ്ടമല്ലാത്തത്? എനിക്കതാ അറിയേണ്ടത്. അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ പൊക്കോളാം. അതാണ് എനിക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. എനിക്ക് ഈ പെണ്ണാണ് മനസ്സമാധാനിക്കേണ്ടത്. നീ പറഞ്ഞത് തന്നെ കറക്റ്റ്. എനിക്കിഷ്ടമല്ല. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരുന്നില്ല. അത് നിനക്കും എൻ്റെ തന്തയ്ക്കും എൻ്റെ അനിയനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എനിക്ക് ഈ പെണ്ണ് അംഗീകരിക്കാനൊന്നും പറ്റില്ല. എൻ്റെ ആഗ്രഹമാണെങ്കിൽ ഈ പെണ്ണിവിടെ നിൽക്കണ്ട. അതാണ് ശരി, അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് അവൾ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല. ശരി, ഞാൻ കിട്ടിയ ഭാര്യയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും. പക്ഷെ അമ്മയ്ക്ക് ഇവളെ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് മാറിക്കോളാം. അപ്പം അമ്മയ്ക്ക് മനസ്സമാധാനമാവില്ല. ഞാൻ നിന്നോടല്ല പോകാൻ പറഞ്ഞത്, ആ പെണ്ണിൻ്റെ അടുത്താ. നീ ഇതിന് ഒഴിഞ്ഞു മാറി പോകുന്നത്? ഇത് നിന്റെ വീടാ, നിനക്കവിടെ നിൽക്കാം. അമ്മ, ഞാൻ കല്യാണം കഴിച്ച പിന്നെ ഞാൻ എൻ്റെ കൂടെ അല്ലാതെ പിന്നെ അമ്മയുടെ കൂടെ ഞാൻ നിർത്തേണ്ടത്. എന്ത് ഇത്രമാത്രം ഹ്യൂമാനിറ്റി ഇല്ലാതെ സംസാരിക്കുന്ന എന്തിനമ്മ? കഷ്ടമുണ്ട്. നാളൊക്കെ തോന്നുന്നു എനിക്ക് അമ്മയാന്ന് പറയാൻ പോലും. ഒരു നിമിഷം പോലും ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം എന്തൊക്കെ പറയുന്നു? ചുമ്മാ വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്. ദേഷ്യത്തിന് പറയുന്നതായിരിക്കും. ഇതാണത് കേട്ട വെറുതെ ചൂടാവാതെ. നീ കുറച്ചു നേരം മിണ്ടാതെ നിൽക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അമ്മയ്ക്ക് ഇവിടെ ശല്യമാണെങ്കിൽ അമ്മയ്ക്ക് ഞാനും ശല്യമാണ്. കാരണം ഞങ്ങളിപ്പോൾ രണ്ടല്ല ഒന്നാ. മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എല്ലാം കൊണ്ട് ഞങ്ങൾ ഒന്നാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിരിക്കാൻ അമ്മയ്ക്കാവില്ലമ്മ. അമ്മ എത്ര ശ്രമിച്ചാലും ഞാനൊന്നും സമ്മതിക്കില്ല. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എന്നെ സ്വന്തമാക്കിയത്. അത്രമാത്രം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഒരാൾക്ക് വേണ്ടി ഞാനുള്ളത് വിട്ടു നോക്കാൻ തയ്യാറല്ല. അത് അമ്മയ്ക്ക് വേണ്ടിയായി പോയി. നീ വാ, കയറി. ഇത് എനിക്ക് അച്ഛൻ പണ്ട് എടുത്ത് തന്ന ഒരു ഗസ്റ്റ് ഹൗസാണ്.
ഞങ്ങളങ്ങനെ താമസിക്കാറൊന്നുമില്ല. ഇടയ്ക്ക് വന്നൊന്ന് ക്ലീൻ ചെയ്തിടും. എന്നാലും ജയ ആ പെണ്ണിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഈ വീടും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവൻ പോയില്ലേ. എങ്ങനെ ഇതിനെ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എന്തൊരു കാര്യം തന്നെ വയ്ക്കാതെ നോക്കിയിട്ടെന്നറിയോ? ഞാൻ അവനെ സച്ചിനേക്കാൾ കൂടുതൽ ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ട്. അത് ജയൻ അറിയാലോ. എൻ്റെ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞ് നമുക്കുണ്ടായി കുട്ടി. എന്നിട്ട് അവൻ പറയുന്നതായിട്ടില്ലേ? ഈ കരയാനുള്ള അർഹത പോലും ഇപ്പം നിനക്കില്ല. കാരണം നീ ആ കുട്ടിയോട് ചെയ്തത് തെറ്റാ. അത് നീ സമ്മതിക്കുന്നുമില്ല, എന്നാൽ നീ അത് അംഗീകരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള ഒരു അവകാശമില്ല. അവൻ്റെ തീരുമാനം തന്നെയാണ് ശരി. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു വീട് മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെ താമസിക്കും. അവർ അവരുടേതായ ജീവിതം തുടങ്ങട്ടെ. ഇനി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോകരുത്. വീട്ടിൽ നിന്ന് പോകുന്നതിന് ഇച്ചായന്റെ വിഷമമൊന്നുമില്ലേ? എനിക്ക് 2 ദിവസമായി ഭയങ്കര തലവേദന ഛർദിലൊക്കെ. എന്താണെന്നറിയില്ല. ഓഫീസിൽ പോയ ഉടനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. വോമിറ്റിങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് മാറുന്നില്ല. ഞാൻ വിചാരിച്ചു അന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് പോയി കഴിച്ചില്ലേ, അതിന്റെ വലുതായിരിക്കും. പക്ഷെ അതല്ല, ഇതിപ്പോ 2 ദിവസമായില്ലേ. എന്തൊക്കെ നീ പറയുന്നത്? വെറുതെ എന്നെ കൊതിപ്പിക്കില്ല കേട്ടോ. 1 വർഷം പോലും ആയിട്ടില്ല. നീ അമ്മേനൊക്കെ കടത്തി വിട്ടൂലോടി. എനിക്കൊരു ഡൗട്ട് മാത്രം. ഒന്ന് പോയി പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ട് വരും. ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കാലോ. ഒത്തിരി ഹോപ്പൊന്നും വെക്കണ്ട, എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ പോയിട്ട് വരാം. സന്തോഷപ്പെട്ടു. വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു കാണുമ്പോൾ കൂടി പോവാം. ഇത്ര പറ്റുന്നുണ്ടോ? അമ്മ അമ്മന്റെ അടുത്ത് നിൽക്കുന്നത് കേൾക്കണം. എനിക്ക് മോളെ അമ്മോട് ക്ഷമിക്കണം. അമ്മയ്ക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. മോളോട് ചെയ്തേനൊക്കെ അമ്മ മാപ്പ് പറയാ. ഒരിക്കലും ഒരാളുടെ ജാതി മതമൊന്നും നോക്കിയിട്ടില്ല ഒരാളെ വിലയിരുത്തണ്ട. അതേ ചായം പറഞ്ഞപ്പോഴേ എനിക്കിപ്പോൾ മനസ്സിലായത്. സോറി മോളെ. എൻ്റെ മനസ്സിൽ അങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. മോളമ്മയോട് ക്ഷമിക്കില്ല. അമ്മ കരയത്. എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല. അന്ന് അമ്മ അങ്ങനെ ചെയ്തത് എന്റെ ഭാഗത്തും കൂടി ഉണ്ടല്ലോ തെറ്റ്. അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നല്ലേ. നമുക്കതൊക്കെ മറക്കാം. അമ്മേനി മോളെ ഒന്നും ചെയ്യില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അവനെവിടെ? അവൻ എന്നോട് മിണ്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഒരു ദിവസമായിട്ട് എന്നോട് മിണ്ടാതിരിക്കുന്നത്. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ മോളെ. അവനോട് പറ മോളെ, എന്നോട് വേണ്ട. അമ്മ ഇച്ചാൻ പുറത്തേക്ക് പോയിക്കാം. ഇച്ചാൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് വീട്ടിലോട്ട് പോവാം. പോരെ? അമ്മ കരയാതെ പ്ലീസ്. പെണ്ണ് 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 പെണ്ണേ. നിങ്ങളെന്താ ഇവിടെ? അച്ഛാ എന്താ വെച്ചാ പ്രത്യേകിച്ച്? എടാ, നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അവക്ക് അവളുടെ തെറ്റൊക്കെ 2 മാസം കൊണ്ട് തന്നെ മനസ്സിലായി. പിന്നെന്താ കാര്യം? നിന്നെ കാണണം, നീ അവളോട് മിണ്ടിയിട്ടില്ല, അതൊക്കെ തന്നെ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടണമെന്നില്ല നിങ്ങള്. കാരണം
എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ഞാനും എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കുന്നത്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട. അമ്മ അമ്മ കരയല്ലേ? ഞാൻ സംസാരിക്കച്ചോട്, ഞാൻ പറയുവച്ചാൽ കേൾക്കും. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വിളിച്ചൊന്ന് വരാം. അമ്മ കരയില്ലേ? ആ, നീ വന്നോ? എന്താ പോയി ടെസ്റ്റ് ചെയ്തിട്ടോ? വേഗം ആയിക്കോട്ടെ. എന്തിനാ നീ ഇപ്പൊ അത് അവിടെ വെച്ച്? നിന്നോട് പോയി ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞ? നീ ചിലപ്പോ ഒരു സോറിയിലൊക്കെ വീഴുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെയല്ല. എനിക്ക് നല്ല ഭാഷയുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ അത്ര പെട്ടെന്ന് താഴ്ന്നു കൊടുക്കില്ല. നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞത് തുല്യമാണെന്ന് പറഞ്ഞല്ലോ. സോ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നു, അന്നേ ഞാൻ അങ്ങോട്ട് വരൂ. ഇച്ചായി ഭാഷ ഇട്ടുപിടിച്ചോണ്ടിരിക്കേണ്ട സമയമില്ല. അങ്ങോട്ട് വരേ, നമുക്ക് പോവാം അവരോട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇഷ്ടമല്ല. അമ്മ, എനിക്ക് മോനെ, അമ്മ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല അവളെ. നിങ്ങൾ രണ്ടുപേരും എൻ്റെ പൊൺകളായിട്ട് സ്നേഹിച്ചോളാം. പ്ലീസ് മോനെ, നിങ്ങൾ തിരിച്ചു വാ. അമ്മ ഒറ്റയ്ക്കായിടാ. അമ്മ, എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ ക്ഷമിച്ചു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു മാറി താമസിക്കുന്നത് തന്നെയാണ് സുഖം. കാരണം ഞങ്ങൾ ആ വീട്ടിലായിരുന്നപ്പോൾ ഇത്രയധികം മനസ്സിലാക്കാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ട് കൂടിയില്ല. പക്ഷെ ഇവിടെ വന്നു നമ്മൾ ഒറ്റയ്ക്കൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ നല്ല ചേഞ്ച് ഉണ്ട്. അത് അമ്മേനെയും അച്ഛനെയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുട്ടികളൊന്നും അല്ല ഞാൻ കുറ്റം പറയുന്നത്. ബട്ട് മാരേജ് കഴിഞ്ഞ് രണ്ടുപേരും നമ്മൾ താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ അമ്മ. ഇപ്പം അമ്മയ്ക്ക് നമ്മളോട് നല്ല സ്നേഹമുണ്ട്. ഇനി അവിടെ വന്ന് ഇവിടെ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അമ്മയ്ക്ക് സ്നേഹം കുറഞ്ഞാലോ? സോ എനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹം ഇനിയും വേണം ഇതേപോലെ. സോ ഞങ്ങളിവിടെ താമസിച്ചോളാം. അമ്മയ്ക്ക് എപ്പോൾ കാണാൻ തോന്നിയാലും ഇങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് അമ്മേനെ അച്ഛനെ എപ്പോൾ കാണാൻ തോന്നിയാലും ഞങ്ങൾ അങ്ങോട്ട് വരും. പിന്നെ അവളുടെ വീട്ടിലോട്ട് പോകും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ വന്ന് നിൽക്കാം, അവർക്ക് രണ്ടുപേർക്ക് ഇവിടെ വന്ന് നിൽക്കാം. നമുക്ക് ഒന്നിച്ച് ഇവിടെ വന്ന് നിൽക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം, ഇനി ഒരു വീട്ടിൽ വെച്ച് കാണാം. അതൊക്കെ നല്ലത്. അയ്യോ, മോളെവിടെ പോയതാ? ഛർദിക്കാൻ പോയതാണോ? അവക്ക് വിശേഷം ഉണ്ടെന്ന് തോന്നണം അമ്മ. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? എന്താ റിസൾട്ട്? പോസിറ്റീവാണോ? ടെസ്റ്റ് ചെയ്തില്ല, ചെയ്യാൻ പോയതാന്ന് തോന്നുന്നു. എന്താ റിസൾട്ട്? ഇച്ചാ എന്ത് ചെയ്യുന്നേ? എന്നാൽ ഞങ്ങൾ ബെഡ്റൂമിലേക്ക് പോയിക്കോട്ടെ. കുറച്ചു നേരം ഞങ്ങൾക്കായി ഞങ്ങളുടെ സമയം. കണ്ടില്ലേ എന്ത് രസം അവർ തമ്മിൽ യോജിപ്പ്. ഇതിനെയാണോ നീ ജാതി മതം വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയത്? ഒരാളെയും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ കൂടി പാടില്ല, കേട്ടോ? ശരിയാ. എനിക്ക് ഉറപ്പായിരുന്നു എനിക്കൊരു പെൺകുട്ടിയെ ജനിക്കുള്ളത്. നിന്നെ
പോലെ ഒരു പെൺകുട്ടി. അതെ, ഓന് 5 സംഖ്യയുള്ള കുറച്ച് കേട്ടോ. ഈ ഒന്നുകൊണ്ടേ ഞാൻ നിർത്തി. തീരുമാനമായി. എനിക്കിനി വയ്യ. ഞാൻ ഇപ്പൊ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അതെ, ഹസ്ബൻഡിനെ കാണാനുള്ള സമയം കഴിഞ്ഞു. ഇനി വാക്കിലോട്ട് മാറ്റിയിട്ട് കാണാം. സോ പ്ലീസ് മൂവ്. എന്നെ ചതിക്കില്ല കേട്ടാ. ഇച്ചായനത് മാത്രമേ ഉള്ളൂ. എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. നീ അത് കളാക്കരുത് പ്ലീസ്. കൊളാക്കുച്ചായ, എനിക്കിത് സഹിക്കാൻ വയ്യ. ടാറ്റാ. അവളങ്ങനെയൊന്നും ചെയ്യൂലായിരിക്കൂലേ. കാത്തോളേ.